ഹായ് ഓൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്യാനും, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി വേണം. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തുള്ള നല്ല ചൂടുവെള്ളമില്ലേ, ചൂടുള്ളൊരു കുപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ശംഖുപുഷ്പമില്ലേ, ശംഖുപുഷ്പം നല്ല വയലറ്റ് കളറുള്ള ഫ്ലവർ, അത് ഓരോ ഇതളുകളാക്കി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വാട്ടറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗി, നല്ലൊരു വെറൈറ്റി കളറുള്ള നല്ലൊരു ഫ്ലവറാണത്. അതുപോലെ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്ലവറും കൂടിയാണ്. ഇതാണ് നമ്മൾ ഈ നല്ല ചൂടുവെള്ളത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ്, ചിലവർ പറഞ്ഞു ഇത് എന്താ നമ്മുടെ ചെമ്പരത്തീൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെമ്പരത്തി നല്ല റെഡ് കളറായിട്ടാട്ടോ ഉണ്ടാവുക. ചിലവർക്ക് അറിയില്ല, കമൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ച് അത് മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ ഇത് കണ്ടോ, ആദ്യം കണ്ട വ്യൂ ആണത്. അതിന് ശേഷം കുറച്ച് കൂടുതൽ ടൈം, ഒരു 10 മിനിറ്റോളം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലേക്ക് നമ്മുടെ ഒരു വെള്ളം മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആ ഒരു ഡ്രിങ്ക്. മണ്ണെണ്ണയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലുള്ള. അപ്പോൾ നമ്മൾ ബ്ലൂ ടീ എന്ന് നമുക്കിതിന് വേണേൽ വിളിക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ വേണേൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കിയിട്ട് കുടിക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ എന്ത് രസമാണ് ഇതിൻ്റെ കളറ് കാണാം അല്ലേ. നമ്മൾ സാധാരണ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഇത് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ എന്താ പറയുക ഡ്രിങ്ക്സിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ സാധാരണ അങ്ങനെ കഴിക്കാറില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഇത് ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താ, ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പായാലും പഞ്ചസാര ആയാലും നാരങ്ങ നീരായാലും ഒന്നും ഇതിലിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പം വെറുതെ നമ്മൾ ആ ഒരു വെള്ളമാക്കിയ പാടും തന്നെ ഞാൻ കുടിക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മധുരം ഉപ്പൊന്നുമില്ല. അതുപോലെ ആ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ല്, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഇനിയിപ്പം നമ്മൾ പഞ്ചസാരയോ നാരങ്ങ നീരൊക്കെ ഉറ്റിക്കുമ്പം അതിൻ്റെ കളറ് മാറുമെന്ന് അറിയില്ല കേട്ടോ, ഞാൻ കാരണം ഉറ്റിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, ഇതിപ്പം എൻ്റെ കയ്യിൽ അന്നേരം നാരങ്ങ ഉണ്ടാകാത്ത ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ശംഖുപുഷ്പയുടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ഹെൽത്തിന് നല്ലൊരു സംഭവം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാം പോന്നോട്ടെ. നമ്മുടെ ചാനൽ വളരെ വീക്കായിരിക്കുകയാണ്, പേജ് വളരെ വീക്കായിരിക്കുന്നു, ഫോളോവേഴ്സ് ഒന്നും തീരെ കൂടുന്നില്ല. നിങ്ങളെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി എനിക്കൊരു രക്ഷയുണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.